കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി കിച്ചണിലേക്ക് വരുമ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണ് സുഭാഷ്. അപ്പോൾ സുഭാഷിനോട് ബ്രോക്കർ വിളിച്ച് പറയുന്നുണ്ട് 4 മണിക്ക്, അതായത് ഇന്ന് 4 മണിക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് കാണാൻ. അപ്പോൾ അത് വീട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത്ര പെട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് തന്നെ വേണോ? അത് സാരമില്ല, നീ എന്തിനങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ എത്ര നേരമായി നിന്നെ ഇത് വിളിച്ച് പറയുന്നത്, ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നീ അവരോട് സംസാരിക്കുക, നിൻ്റെ അനിയന്മാരല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെ അനിയന്മാരോട് സംസാരിക്കുന്ന ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിധി വരുന്നത്, നിധി വേണ്ടിട്ട് സുഭാഷ് ഏട്ടാ നീ കഞ്ഞി തിളച്ച് തൂവി പോകണമെന്ന് പറയുമ്പോൾ അയ്യോ സോറി മോളെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യും. അപ്പോൾ നികേഷ് വരും, ചേട്ടാ ടിഫിൻ എന്ന് പറയും. അപ്പോൾ വേഗം ഉണ്ട് ഒരു പൊരിയൽ, അതായത് ഒരു ഉപ്പേരി കറി എടുത്തും കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ കയ്യിൽ. ഇതെന്താന്ന് ചോദിക്കും. അല്ല നീയല്ലേ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ടിഫിനാണ് ചോദിച്ചത്. അയ്യോടാ ആയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാനെന്ത് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിധിക്ക് മനസ്സിലായി സുഭാഷേൻ്റെ മനസ്സ് ഇവിടെ നിന്നല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നിധി പറയും, എടാ നീ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കേ, ഞാൻ പൈസ തരാമെന്ന് പറയും. അതൊന്നും വേണ്ട ഏട്ടത്തി, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയും. അല്ല സുഭാഷ് ഏട്ടാ പറയും, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴത്തേനും ഹരീഷും വരും. അതെ എന്തോ പറ്റി, ഞാൻ ചോദിക്കുന്നൊക്കെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. എന്താ 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 ചേട്ടാ കുഴപ്പമെന്ന് പറയും. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല എന്ന് പറയും. ഞാൻ ചോറ് ഇപ്പം ശരിയാക്കി തരാട്ടാന്ന് പറയും. എന്നിട്ട് ചോറ് ടിഫിൻ വേഗം ഇങ്ങനെ അല്ല ചോറ് ഇങ്ങനെ വാർക്കാണ്ട് ഇങ്ങനെ ഇറക്കിക്കിന് ചേട്ടാ അത് ചോറ് വാർക്കണ്ടേ എന്ന് നിധി ചോദിക്കും. വാർക്കണം, അപ്പം മറന്നു പോയിന്ന് പറയും. അപ്പോൾ മനസ്സിലായി എന്തോ സുഭാഷ് ചേട്ടന് പറ്റിയിട്ടുണ്ടെന്ന്. എടാ നിനക്ക് ഞാനിപ്പോൾ ചായ തരാമെന്ന് ഹരീഷിനോട് പറയുമ്പോൾ എനിക്ക് ചായ വേണ്ട ചേട്ടാ ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഹാളിലേക്ക് പോകും. അപ്പം നികേഷും പോകണം, ഞാനും പോകണമെന്ന് പറഞ്ഞ് നികേഷും പോകും ഹാളിലേക്ക്. നിധി പറയും സുഭാഷ് ചേട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് നിധി പോകും. അങ്ങനെ ഹരീഷ് കണ്ണാടയെ നോക്കിയിരിക്കുകയായിരിക്കുള്ളൂ. അപ്പം നമ്മുടെ സുധീഷ് വന്നിട്ട് എടാ അതേ നിന്നെ നികേഷ് വിളിക്കുമെന്ന് പറയും. അപ്പം നികേഷിൻ്റെ ഇരിക്കുക എന്താടാന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അപ്പം മനസ്സിലാവും കണ്ണാട കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിടിയും വലിയും ഉന്തും തള്ളൊക്കെ. അപ്പോഴത്തേക്ക് നിധി വരും. നിധി വന്ന് കാണുമ്പോൾ സുധീഷ് നേരെ നികേഷിനോട് പറയും, എടാ എന്നെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എന്താന്ന് ചോദിക്കും. സുന്ദരനായിട്ടുണ്ടോ? ഞാനേ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ പൂമ്പാറ്റക്കിളിയെ കാണാൻ പോകണമെന്ന് പറയും. പൂമ്പാറ്റക്കിളിയോ? അതെന്ത് കിളിയെന്ന് പറയും. അതെ നിൻ്റെ ഏട്ടത്തിയോട് ചോദിച്ചാൽ മതി എന്ന് പറയും. നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല. അപ്പോൾ സുധീഷിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും സുധീഷിനോട് നിധിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു നിധിയുടെ പെരുമാറ്റം. നിധിയുടെ മുഖം അങ്ങനെ കനപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ സുധീഷിനെ കുനിച്ച് നിർത്തി കഴിഞ്ഞിട്ട് പുറത്തിടിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നിധി അത് ഓർക്കണതായിരുന്നു. എന്താ ഏട്ടത്തിന്ന് ചോദിക്കും. ഒന്നുമില്ലടാന്ന് പറയും. ഇയാളാരെന്ന് നോക്കിയാലും എനിക്കെന്താ എടോ തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ഹരീഷ് ചോദിക്കും. ആര് പറഞ്ഞു? എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ നിധി? അതൊരു കല്യാണമല്ല, അതൊരു ഡെമ്മി കല്യാണമാണെന്ന് നിങ്ങളുടെ ഏട്ടത്തി എപ്പോഴും പറയാറില്ലേ? അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ നോക്കിക്കൂടെ? അതും തന്നെയല്ല ഇത് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ എന്ന് പറയും. മുതുക്കൻ എന്ന് പറഞ്ഞ് നികേഷ് കളിയാക്കും. അതെ അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ അങ്ങനെ തന്നെ പറയും, അത് ആ ഡെമ്മി കല്യാണം തന്നെയാണെന്ന് നിധി പറയുന്നത്. കണ്ട അപ്പം പിന്നെ എനിക്ക് എന്തായാലും എന്തുകൊണ്ടും ഏത് പെണ്ണുങ്ങൾ വേണമെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകണിട്ട് സുധീഷിനെയും അല്ല ഹരീഷിനെയും നികേഷിനൊക്കെ കെട്ടിപ്പിടിക്കുന്നു. അവരൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ സ്പ്രേ എടുത്ത് ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ ഹരീഷ് പറയും ആ വായലും കൂടെ കുറച്ച് അടിക്കും, വായനേരിൻ്റെ വാക്കാണ് പൊട്ടാന്ന് പറയും. അപ്പോൾ വേറെ സ്പ്രേ എടുത്ത് വായലടിക്കും. അതിനും വേറെ മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും നിധി ദേഷ്യത്തോടെ. എന്നിട്ട് അടുക്കളയിൽ പോയി സുഭാഷ് ചേട്ടനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് പാട്ടൊക്കെ പാടി വരുമ്പോൾ പെട്ടെന്ന് വാതിലുമ്മൽ മൂക്കിടിക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടെ ചിരിച്ച് കളിയാക്കി ചിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വായട്ടത്തി നമുക്ക് പോകാം മുതുക്കൻ്റെ കാട്ടായ എന്ന് പറയും. അപ്പോൾ എൻ്റെ രഹസ്യമായി നികേഷിനോട് പറയും, കണ്ടടാ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അവൾക്ക് ദേഷ്യം വരാൻ വേണ്ടി തന്നെയുണ്ട ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവൾ എൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിക്കാൻ ഇത് ദൈവം തന്നൊരു ചാൻസാണ്, ഇത് ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തും. അപ്പോൾ നമ്മുടെ സുധീഷ് ശരിക്കും ഒരു കള്ള കാമുകൻ്റെ വേഷം അണിയനാണ്. നിധിയുടെ മനസ്സിലെ സ്നേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് സുധീഷിന് മനസ്സിലാവണം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ സുധീഷ് ഇങ്ങനെ കാത്തിരിക്കുന്നു. നിധിയും നികേഷും വന്നിട്ട് വേണം പ്രണയലീലകളൊക്കെ തുടങ്ങാൻ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തൂണും ചാരി നിൽക്കണം. അപ്പോൾ ഈ ഗായത്രി എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ വയലിങ്ങനെ വെള്ളൊലിപ്പിച്ച് സുധീഷിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ അയ്യടാ ഒരു ചിരി കണ്ടില്ല എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നോട് പ്രേമൊന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യനൊന്ന് എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നത്. അപ്പോഴത്തേനും നികേഷും അതുപോലെ തന്നെ നിധിയും വരുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ഇത്തിരി ഓവറുള്ള ഏട്ടത്തി എന്ന് പറയും. ഇത്തിരി ഒന്നല്ലടാ ഇത്തിരി കൂടുതലെന്ന് പറയും.
എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയും. വന്നാലും കല്യാണം കഴിഞ്ഞതെന്നൊക്കെ ചിന്തിക്കാണ്ട് ഒരു പെണ്ണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് വരികയായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ഏട്ടത്തി നോക്കിയേന്ന് പറയും. അപ്പോൾ അവിടെ സുധീഷ് നിൽക്കുന്നത് എങ്ങോരും കൂടെ വന്നിട്ടുണ്ടല്ലോ. പറയണ്ടായിരുന്നു ആ പെണ്ണ് ഇഷ്ടമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറയും. നീ എന്തിനാടാ വിഷമിക്കുന്നത്, നിനക്ക് ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമല്ലേ. അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയുന്നു നിധിയോട് നികേഷിന് നിരാശ. നിധി വന്നതോടുകൂടി വേഗം കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറയും, ഇതെന്താ കണ്ണികല തിമിരുണ്ടോയെന്ന് നിധി ചോദിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കും, ഒത്തിരി ഓവറാണെന്നറിയാം, എന്നാലും ആ കിളി എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ, അപ്പോൾ അവളെ ഇമ്പ്രസ് ചെയ്യണ്ടേ എന്നൊക്കെ പറയും. എന്താ നിധിക്ക് അസൂയ ഉണ്ടോയെന്ന് ചോദിക്കും. അസൂയ എനിക്ക് എന്തിനാ അസൂയ, നിങ്ങൾ ആരെ വേണേലും പ്രേമിച്ചോ, ഇത് നല്ല പാട്, എൻ്റെ ആരാണ് നിങ്ങൾ, അത് മതി, അങ്ങനത്തെ ഒരു കാര്യം അത് കേട്ടാൽ മതി എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോട്ടെ, സമയമായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഓവറാക്കി കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എക്സ്ക്യൂസ് മീ, എനിക്ക് എന്നോട് എന്തോ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ എൻ്റെ നിയം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കണം. അപ്പോൾ തീറ്റി ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് നോക്കുന്നുണ്ട് അങ്ങനെ വഴിക്ക് വാടി മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഇത് കുറച്ച് ഓവറല്ലേ ഏട്ടത്തി പോയി പറ, കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാനാണ് അയാളുടെ ഭാര്യ എന്നൊന്ന് പറയട്ടത്തി എന്ന് പറയും. വേണ്ട, ഞാനും സുധീഷും തമ്മിൽ എന്ത് ബന്ധം, ഒരു ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ സുധീഷ് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയത്, വരട്ടെ എത്രത്തോളം പോകും നമുക്ക് നോക്കാം എന്നും നിധി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, സ്വന്തം ഭാര്യനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ കഷ്ടം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോ വരുമ്പോൾ നിധി കയറിപ്പോകും. നികേഷിനോട് ഉണ്ടോയെന്ന് ചോദിക്കും, ഇല്ല അടുത്ത് ഞാൻ ബസ്സിന് പോയിക്കോളാമെന്ന് പറയും. അങ്ങനെ നിധി പോയല്ലേ എന്ന് പറയും. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ പതുക്കെ സ്ഥലം വിടും. പിന്നെ കാണിക്കുന്നത് നിധി ഓഫീസിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി സ്പീഡിൽ വരുന്നു. അപ്പോൾ സുഭാഷ് വന്നിട്ട് പറയുന്നു, എന്താ സുഭാഷ് ചേട്ടൻ ഇവിടെ നിൽക്കണേ, അങ്ങോട്ട് വരായിരുന്നില്ലേ. അല്ല ഞാൻ പണി സ്ഥലത്തുനിന്ന് വരുന്നല്ലേ, എൻ്റെ മേത്ത് പൊടിയൊക്കെ ഉണ്ട്, മോളെ ഞങ്ങോട്ട് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ എന്ന് പറയും. ഇല്ല സുഭാഷ് ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോന്ന് പറയും. മോളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാന്ന് പറയും. അതൊന്നും സാരമില്ല സുഭാഷ് ചേട്ടൻ പറയുമെന്ന് പറയും. അതെ, ഞാൻ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ബ്രോക്കർ പറഞ്ഞെന്ന് പറയും. പെൺകുട്ടിയുടെ വീട്ടുകാരോ, നമ്മൾ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കും. കാണാണ്ട് എങ്ങനെ സുഭാഷ് ചേട്ടാ, ഞാൻ കണ്ടിട്ടുണ്ട് മോളെ എന്ന് പറയും. അപ്പോൾ അറിയുന്ന പെണ്ണാണോ എന്ന് ചോദിക്കും. അറിയൊന്നുമില്ല, കണ്ടിട്ടുള്ളൂ, പരിചയമുള്ളൂ എന്ന് പറയും. അതെന്താ എങ്ങനെയെന്ന് ചോദിക്കും. 2 ദിവസത്തിന് മുന്നേ ഞാൻ പോയി കണ്ട്. അത് ശരി, അപ്പോൾ സുഭാഷ് ചേട്ടൻ പോയി പെണ്ണ് കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളോട് എല്ലാവരോടും പറയുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു വിഷമം തോന്നി, ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടി വരായിരുന്നില്ലേ, ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കും. അതല്ല മോളെ, മനഃപൂർവ്വം നിങ്ങളോട് പറയാണ്ടാണ്. ഒരുപാട് വീട്ടുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് പെണ്ണ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി പിന്നെ അത് വേണ്ടാന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിഷമിക്കല്ലേ. ഇതിപ്പോൾ ഞാൻ പോയി കണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതെന്ന് പറയും. അപ്പോൾ സുഭാഷിൻ്റെ മനസ്സിലെ നിഷ്കളങ്കത നിധിക്ക് മനസ്സിലാവും. എനിക്ക് ധനിയന്മാരോട് പറയാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇവരോട് വരാൻ പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് മോളെല്ലാവരോടും ഈ കാര്യം പറയണമെന്ന് പറയും. അത് കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, ഞാൻ എന്തായാലും പറഞ്ഞോളാം, എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം, ഞാൻ ഉച്ചയാകുമ്പോൾ ഞാൻ ലീവ് എടുത്ത് വരാം, ചേട്ടൻ പേടിക്കേണ്ട, ചേട്ടൻ പൊക്കോളാൻ പറയും. അങ്ങനെ നമ്മുടെ സുഭാഷ് പോകും. വേണ്ടാൻ കെട്ടണോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അങ്ങനെ സുഭാഷ് പോകുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.